വെൽക്കം ബാക്ക് ടു ബ്ലൂ സ്കൈ ബൈ സോന. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വരുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും ഒരേപോലെ വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് എന്നല്ല കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സക്സസ്ഫുൾ ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതിന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടും കൂടുതൽ വ്യൂസും അതേപോലെ ലൈക്സൊക്കെ കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം എനിക്കത് പേഴ്സണലായിട്ടാണെങ്കിലും എനിക്കൊരു ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കമൻറ്റും ഞാൻ കണ്ടു. കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ. ഹായ് ഡിയർ, നൈസ് വീഡിയോ, ന്യൂ സബ്സ്ക്രൈബർ. ആ കമൻറ്റ് ഞാൻ കൊടുക്കാം. സൗത്ത് വ്ളോഗ് എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം വന്നിട്ട്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ദാറ്റ് സബ്സ്ക്രൈബർ ഓഫ് മൈൻ. സോ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. കാരണം എന്തായാലും ആ വീഡിയോ കണ്ടിട്ടായിരിക്കണം ആ ഹായ് നൈസ് വീഡിയോ എന്ന് പറയണത്, വെറുതെ എന്തായാലും പറയില്ലല്ലോ. സോ എൻ്റെ ആ വീഡിയോ കാണാനായിട്ട് കാണിച്ചൊരു മനസ്സും കമൻറ്റ് ഇടാനായിട്ട് കാണിച്ച ഒരു മനസ്സിനും നിങ്ങളുടെ സമയത്തിനും ഞാൻ വാല്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ ഇനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ആ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവണം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ അത്ര വ്യൂസ് കിട്ടത്തില്ല. സോ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഇൻഡിപെൻഡൻസി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഏജ് ഓഫ് 19 ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഏകദേശം, അത് കൊറോണയാണ് ആക്ച്വലി എന്നെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര നാളും ആഗ്രഹമുണ്ട്, മീൻസ് കുറച്ച് നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് വരെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതെന്തായാലും ചെയ്യാതെ പറ്റത്തില്ല നമുക്ക്. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്വയം ഒരു തോട്ട് വരും, നമുക്ക് ഈ പാരൻസിനെ ഡിപ്പെൻഡ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്ത്, ഇപ്പം എനിക്ക് തോന്നുന്നു +2 +1 പഠിക്കുന്ന പിള്ളേർ, 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന പിള്ളേർ വരെ സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഫോൺ റീചാർജിനൊക്കെ എല്ലാം പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നല്ല പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വയം തോന്നും ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, അല്ലെങ്കിൽ ചെറിയൊരു സോഴ്സ് ഓഫ് വലിയൊരു ഇൻകം എന്നോ അല്ലെങ്കിൽ വലിയ പൈസക്കാരൻ ആ ടൈമിൽ തന്നെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു ജോലി കിട്ടി നമ്മൾ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആവും. എന്നാൽ പോലും ഒരു ഏജ് കഴിയുമ്പോൾ ഒരു കോളേജിലോട്ടൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കോളേജൊക്കെ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ +2 വരെയൊക്കെ പഠിച്ച പോലെയൊന്നും അത്രയ്ക്കൊന്നും പഠിച്ചൊന്നും ആയിരിക്കില്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ചിലപ്പോൾ ചില കോളേജിലൊക്കെ ഹാഫ് ഡേ വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. നമുക്കപ്പോൾ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി എന്താ പറയുക നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇന്നത്തെ ഒരു കാലത്തുണ്ട്. അപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒരേപോലെ നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക. ഒരു 100 രൂപയെങ്കിൽ 100 രൂപ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം കൂടി ആ ടൈമിൽ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ, നമുക്കൊരു പോക്കറ്റ് മണി എന്നുള്ളത് നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നൊരു സന്തോഷം എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ പാരൻസിനാണെങ്കിലും നമ്മളത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് സന്തോഷവും നമുക്കും പേഴ്സണലി. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാലും നമ്മുടെ ലൈഫിൽ ഒരു കാര്യം, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് അതിനെങ്കിലും നമുക്ക് സ്വയമായിട്ട് നമുക്കൊരു ചെറിയൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് ഞാൻ ബോയ്സും ഗേൾസിനും ഒരേപോലെ വേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കൂടുതലുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് നമുക്ക് ഈ ഒരു ഇപ്പോൾ പാർട്ട് ടൈം ജോലി തന്നെയല്ല, നമുക്ക് ഇപ്പം എല്ലാവരും ക്രാഫ്റ്റ് ചെയ്യണവരൊന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവർക്ക് ബേക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലവർക്ക് മെഹന്തി ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതേപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ ടാലൻറ്റ് അനുസരിച്ചായിരിക്കും നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താണോ നമുക്ക് പറ്റുന്നത്
എന്തായാലും നമ്മുടെ ചുറ്റുപാടും അതിനുള്ള ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പെർമനന്റ് ജോലി കിട്ടുന്നത് വരെ നമുക്ക് എന്തായാലും ആ ഒരു ചെറിയ സോഴ്സ് ഓഫ് ഇൻകം എങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞാനാണെങ്കിലും ഈ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും ഇത്രയും നാളൊന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പിന്നെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മനസ്സിലായി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നാളും എന്താ പറയുക, ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് കിട്ടാതെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിനും പിന്നെയും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വയം അങ്ങനെ തോന്നും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവരുടെ ലൈഫിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ആവണം എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഏജ് ഉണ്ട്, അത് നമുക്ക് സ്വയം തോന്നും ഇനി എന്തെങ്കിലും പാർട്ട് ടൈം ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും, പക്ഷെ അവർക്കത് ചെയ്യണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ടാവും. കോളേജിലൊക്കെ പഠിക്കാൻ കയറിയ പിള്ളേരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കുള്ള കഴിവ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയൊരു പോക്കറ്റ് മണി നിങ്ങൾക്ക് മന്ത്ലി ഒരു 500 റുപ്പീസ് എങ്കിൽ ആ 500 റുപ്പീസ് മതി. അതൊരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അയാൾക്ക് കിട്ടുന്ന ഒരു 500 റുപ്പീസ് മണിയുടെ വലിപ്പത്തിലല്ല കാര്യം. ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ, പക്ഷെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മളത് സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ കുട്ടികളല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടി ആ ഒരു ഏജൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇതേപോലെ വീഡിയോസ് കാണുമ്പോഴും അല്ലാതെയും നിങ്ങൾക്ക് അതിനുള്ളൊരു ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇപ്പം നമ്മൾ ചെറിയൊരു ഇൻകം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാരൻസിൻ്റെ ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ചോക്ലേറ്റ് എങ്കിലും നമ്മുടെ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി അധികം സന്തോഷമാവും. ഒരു 10 റുപ്പീസിന് മിഠായിയാണെങ്കിൽ 10 റുപ്പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് പഠിച്ചുള്ള മിക്കവരും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ചെറിയ രീതിയിലാണെങ്കിലും ട്യൂഷൻ എടുത്തും അതേപോലെ മെഹന്തിയൊക്കെ ഇടുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്, അതേപോലെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു ചെറിയ സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിലും സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവരാണ് കൂടുതലും. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനത്തെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ആ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കി. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ അബ്രോഡിലിപ്പോൾ എല്ലാവരും പഠിത്തത്തിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും എല്ലാവരും ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ജോലിയും കൂടി ചെയ്യുന്ന രീതിയിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ എന്തോരം പേരാണ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്നത്, യൂട്യൂബേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിൽ എന്താണോ എന്ത് രീതിയിലാണോ ആ ഒരു ഇൻകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഒന്നും നോക്കണ്ട. ബിക്കോസ് ഇറ്റ്സ് ദ റൈറ്റ് ടൈം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Have a nice day. Bye for now.